ഇന്ന് വെറൈറ്റി ആയിട്ടൊരു പാസ്ത ഉണ്ടാക്കി നോക്കാം. വൈകുന്നേരങ്ങളിൽ ചില ദിവസം പിള്ളേരൊക്കെ പറയും വേറെ എന്തെങ്കിലും ചോറ് വേണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി എന്ന് പറയും. അങ്ങനെയുള്ള ദിവസങ്ങൾ ഞാൻ ഇതേപോലെ എന്തെങ്കിലുമൊക്കെയാണ് പരീക്ഷിക്കാറ്. ആദ്യം തന്നെ പാസ്ത വേവാനായിട്ട് വെള്ളം വെച്ച് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് അതൊരു 200-250 ഗ്രാം പാസ്ത വരും, അതിട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് വെന്തതിന് ശേഷം അതിനൊരു പാത്രത്തിലേക്ക് ഊറ്റി മാറ്റുക. എന്നിട്ട് പച്ചവെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുക്കുക. ഇനി അടുത്തതായിട്ട് ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് കറിവേപ്പില ഇടാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കുറച്ച് ബീൻസ്, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ തന്നെ ഒരുമിച്ച് തട്ടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഇടണ്ട, നമ്മൾ നേരത്തെ പാസ്ത വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ അതാ ഈ ഇടുന്നത് മാഗി ക്യൂബാണ്. അത് ഓപ്ഷണലാണ്, വീട്ടിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാസ്തയിലോട്ട് ഈ കൂട്ടെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. ഈ മാഗി ക്യൂബിലും കുറച്ച് ഉപ്പ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഈ മാഗി ക്യൂബ് ഇട്ടതിന് ശേഷം ഒന്നുകൂടെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ടാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം.